തുടർച്ചയായി ഭൂകമ്പങ്ങൾ വിതച്ച ദുരന്തഭൂമിക്ക് മറ്റൊരു വെല്ലുവിളി കൂടി. നഗരത്തിന് മുകളിൽ ഭീതി പടർത്തി ചോരച്ചുവപ്പായി മാറിയിരിക്കുകയാണ് വെനസ്വേലൻ ആകാശം. ജൂൺ 30 വൈകുന്നേരം തലസ്ഥാനമായ കാരക്കാസ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയതോടെയാണ് ആകാശം കടും ചുവപ്പ് നിറത്തിൽ അഗ്നിജ്വാല പോലെ തിളങ്ങി നിന്നത്. ഭയാനകമായ ഈ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞതോടെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. ഭൂകമ്പത്തിന്റെ ആഘാതത്തിൽ നിന്നും കരകയറാൻ ശ്രമിക്കുന്ന വെനസ്വേലയെ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ് ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട അസാധാരണമായ കാഴ്ച. തലസ്ഥാനമായ കാരക്കാസ് ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ സൂര്യാസ്തമയ സമയത്ത് ആകാശം കടും ചുവപ്പ് നിറത്തിൽ അഗ്നിജ്വാല പോലെ തിളങ്ങിയത് സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി തന്നെ പ്രചരിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ വൈറലായതോടെ അടുത്തിടെയുണ്ടായ ഭൂകമ്പവുമായി ഇതിന് ബന്ധമുണ്ടെന്നും ഇത് ലോകാവസാനത്തിന്റെ സൂചനയാണെന്നും ചിലർ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. ബൈബിളിലെ ചില വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളും വ്യാപകമായി പങ്കുവയ്ക്കപ്പെട്ടു. എന്നാൽ ശാസ്ത്രജ്ഞർ ഈ പ്രചാരണങ്ങൾ തള്ളിക്കളയുകയാണ്. വിദഗ്ധരുടെ വിശദീകരണം അനുസരിച്ച് ഇത് വെനസ്വേലയിൽ ഇടയ്ക്കിടെ കാണപ്പെടുന്ന കാൻഡിലാസോ എന്ന പ്രകൃതിദത്ത അന്തരീക്ഷ പ്രതിഭാസമാണ്. സഹാറ മരുഭൂമിയിൽ നിന്നും അറ്റ്ലാന്റിക് സമുദ്രം കടന്നെത്തുന്ന പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ നിറയുമ്പോൾ സൂര്യപ്രകാശത്തിന്റെ ചിതറൽ രീതിയിൽ മാറ്റമുണ്ടാകുന്നു. അറ്റ്ലാന്റിക് സമുദ്രം കടന്ന് കരീബിയൻ തീരങ്ങളിലേക്കും വടക്കൻ തെക്കേ അമേരിക്കയിലേക്കും വൻതോതിൽ വീശിയടിക്കുന്ന സഹാറൻ മണൽക്കാറ്റാണ് ഈ കടുംചുവപ്പ് നിറത്തിന് പ്രധാന കാരണം. ഇതിന്റെ ഫലമായി സൂര്യാസ്തമയ സമയത്ത് ആകാശം കടുംചുവപ്പോ ഓറഞ്ച് നിറത്തിലോ കാണപ്പെടും. അതുകൊണ്ട് തന്നെ ഈ പ്രതിഭാസത്തിന് ഭൂകമ്പവുമായോ മറ്റേതെങ്കിലും അമാനുഷിക സംഭവങ്ങളുമായോ ബന്ധമില്ലെന്നാണ് അന്തരീക്ഷ ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നത്. അതേസമയം ജൂൺ 24 വെനസ്വേലയെ ബാധിച്ച ശക്തമായ ഭൂകമ്പങ്ങളുടെ ആഘാതം രാജ്യം ഇപ്പോഴും നേരിടുകയാണ്. റിക്ടർ സ്കെയിലിൽ 7.2, 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഇരട്ട ഭൂകമ്പങ്ങളാണ് രാജ്യത്ത് നാശം വിതച്ചത്. ഭൂകമ്പത്തിൽ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ നിന്നും ഇനിയും നിരവധി പേരെ കണ്ടെത്താനുണ്ടെന്നാണ് വിവരം. ഔദ്യോഗിക കണക്കനുസരിച്ച് 1943 പേർ മരിച്ചു. ഇരട്ട ഭൂകമ്പങ്ങളിൽ 774 കെട്ടിടങ്ങൾക്ക് കടുത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും അതിൽ 189 കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്നതായും നാഷണൽ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് വ്യക്തമാക്കുകയുണ്ടായി. അവശിഷ്ടങ്ങൾക്കിടയിൽ ഇനിയും നിരവധി ആളുകളെ കണ്ടെത്താനുള്ളതുകൊണ്ട് മരണസംഖ്യ ഇനിയും വർദ്ധിക്കുമെന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ചോരച്ചുവപ്പായ ആകാശം ഭയപ്പെടുത്തുന്ന കാഴ്ചയാണെങ്കിൽ പോലും അത് പ്രകൃതിദത്തമായ ഒരു അന്തരീക്ഷ പ്രതിഭാസമാണെന്നും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ലോകാവസാന പ്രവചനങ്ങൾക്ക് ശാസ്ത്രീയ അടിസ്ഥാനമില്ലെന്നും വിദഗ്ധർ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. ഇന്റർനാഷണൽ സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.